K11 to 18 ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും പഠിച്ച സെറ്റാ. ഒരു മിനിറ്റ്. പറ. ഓക്കെ, 11ാമത്തെ എനിബഡി? ആരൊക്കെയുണ്ട്? ഫോർ. 11 മിസ്റ്റേക്ക് എന്താ? എടാ ഹെഡ്സെറ്റ് മാറ്റി കേൾക്കാൻ വയ്യ. ദായ്ക്കെന്താ? ദാക്ക് പ്രശ്നമൊന്നുമില്ല. Such was the kindness of the king. മീൻസ് സച്ച് മാറ്റിക്കല്ലെങ്കിൽ ഈ ദാറ്റ് എന്നൊക്കെ കൊടുക്കുന്നല്ലെങ്കിൽ അതുപോലെ ആയിരുന്നു. അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നു ആ കിങ്ങിൻ്റെ കൈൻഡ്നെസ്. മീൻസ് ദാറ്റ് ഹീ ഗേവ് ഓൾ ഹിസ് മണി ടു പീപ്പിൾ. കിങ് എല്ലാ പൈസയും എന്താണ് ജനങ്ങൾക്ക്, പീപ്പിളിന് കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ അത്രയും കൈൻഡ് ആയിരുന്നു. അല്ലെങ്കിൽ ദാറ്റ് വാസ് ദ കൈൻഡ്നെസ്. അല്ലെങ്കിൽ അത്രയും കൈൻഡ് ആയിരുന്നു. ഹി വാസ് വെരി കൈൻഡ്. അല്ലെങ്കിൽ സച്ച് വാസ് ദ കൈൻഡ്നെസ് ഓഫ് ദ കിങ്. ആ ഒരു സെൻസിൽ വന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല. അവിടെ സച്ച് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. സബ്ജക്റ്റ് കഴിയുമ്പോൾ വെർബ് വരണം.
അത്രയേ ഉള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. ഒരു ബേസിക് സിമ്പിൾ എറർ ആയിരുന്നു. സച്ച് വാസ് ദ കൈൻഡ്നെസ് ഓഫ് ദ കിങ്. 12 എന്താ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ കണ്ടു കഴിഞ്ഞാൽ എന്താ ആലോചിക്കണം? നോട്ട് ഓൺലി ബട്ട് ഓൾസോൻ്റെ റൂൾസ് എന്തൊക്കെയാ? സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ? ഓക്കെ, സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് എന്നും പറഞ്ഞുകൊണ്ട് റൂളുണ്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോയ്ക്ക്. ഇതർ ഓർ നെയ്തർ നോറിനൊക്കെ സിമിലർ പൊസിഷൻ പാർട്സ് ഓഫ് സ്പീച്ച്, സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സിമിലർ പൊസിഷൻ കൊടുക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അത്. സെക്കൻഡ് വേണം നോക്കാനുള്ളത്. ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്നത്? എൻജോയ്ഡ് അല്ലെങ്കിൽ ഒരു വെർബാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോട്ട് ഓൺലി കഴിഞ്ഞിട്ട് എന്തും വരണം? വെർബ് വരണം. അപ്പോൾ എന്ത് ചെയ്യുക? നോട്ട് ഓൺലിനെ എവിടെ പ്ലേസ് ചെയ്യണം? വെർബിന് മുമ്പ് പ്ലേസ് ചെയ്യണം. വി നോട്ട് ഓൺലി വാച്ച്ഡ് ദ ഫാമിലി മാൻ ബട്ട് ഓൾസോ എൻജോയ്ഡ് ഐസ്ക്രീം. അടുത്ത എന്താണ്? നെയ്തർ നോറിനും എന്ത് തന്നെയാണ്? സെയിം റൂൾ തന്നെയാണ്. സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് എന്നും പറഞ്ഞുകൊണ്ട് സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് എന്നും പറഞ്ഞ റൂളുണ്ട്. അപ്പോൾ എന്താണ്? നോറ് കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്ന? ഒരു ആർട്ടിക്കിളാണ് കിടക്കുന്നത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ ആൻഡ് ദ. അപ്പോൾ ആർട്ടിക്കിൾസ് 3 ഉണ്ട്. അപ്പം നോറ് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്ക് നെയ്തർ കഴിഞ്ഞിട്ട് എന്ത് തന്നെ വരണം? ആർട്ടിക്കിൾ തന്നെ വരണം. മാൻഡേറ്ററി ആണ്. ഐ ബോട്ട് നെയ്തർ എ ചെയർ നോർ എ ടേബിൾ. നെക്സ്റ്റ് വീണ്ടും എന്താ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, നോട്ട് ഓൺലി കഴിഞ്ഞ് ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ടഫ്. ടഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അഡ്ജക്റ്റീവ് ആണോ? ഭയങ്കര പാടാണ് അല്ലെങ്കിൽ നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ? അഡ്ജക്റ്റീവ് ആയിരിക്കും. അഡ്ജക്റ്റീവ് ആണ് ഉറപ്പാണ്. അപ്പം ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നൗണിന് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്? ടഫ് എക്സാം എന്തായിരുന്നു? ടഫായിരുന്നു. അപ്പം അങ്ങനെ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ടഫ് എന്ന് പറയുന്നത്. അപ്പം ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വന്നാൽ നോട്ട് ഓൺലി കഴിഞ്ഞിട്ട് എന്ത് വരണം? അഡ്ജക്റ്റീവ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബോറിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ബോറിംഗ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിന് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ. അപ്പോൾ മാത്തമാറ്റിക്സ് ഈസ് നോട്ട് ഓൺലി ബോറിംഗ് ബട്ട് ഓൾസോ ടഫ്. വീണ്ടും എന്താണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്നത്? ഇന്നാണ്. ഇന്നെന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷനാണ്. അപ്പോൾ ഇവിടെ നോട്ട് ഓൺലി കഴിഞ്ഞിട്ട് എന്ത് തന്നെ വരണം? പ്രിപ്പോസിഷൻ തന്നെ വരണം. അപ്പോൾ ഇവിടെ വരും ഐ വർക്ക് നോട്ട് ഓൺലി ഇൻ. ഓക്കെ, ഇനി അടുത്ത 16, 17, 18 ചെയ്യും. നമ്പേഴ്സ് വരുമ്പോൾ ഉള്ള റൂള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ. എന്താണ് ഇവിടെ ഇപ്പം എന്താണ്? മെനി എന്ന് പറയുന്നത് എന്താണ്? മെനി എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ പിന്നെ ഇടുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് ഇട്ടാൽ മതി. മെനി 1000 സ്റ്റുഡൻസ്. മെനി 1000 എന്ന് പറയുമ്പോൾ അത് ഒരുപാടായി. ഓക്കെ, ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാടെണ്ണം വരുമ്പോഴത്തേക്ക് നൗൺ എന്താവും? പ്ലൂറൽ നൗണാവും. സ്റ്റുഡൻസ്. വെയർ ഇൻ ദ ഫെയർ. പിന്നെ ഇതെന്താണ്? പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിന് പ്ലൂറലും സിംഗുലറും ഒന്നും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മെനി 1000 വന്നു. അടുത്ത എങ്ങനെ കൊടുക്കാം? 2 crore. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ക്രോർ ആയിരിക്കും. 2 crore എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരുപാടുണ്ടല്ലേ? 2 crore. അപ്പോൾ എന്ത് വരും? കോപ്പിയാണ്. കോപ്പി സിംഗുലറാ. കോപ്പീസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ. അപ്പോൾ പിന്നെ എന്താണ്? പ്ലൂറൽ വെർബ് വന്ന് ആർ നോട്ട് ഇനഫ് ഫോർ ദ
ടെസ്റ്റ്. ദ മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ സിംഗുലർ യൂസ് ചെയ്യാം, പക്ഷേ എന്താണ് ഇത് പാസ്റ്റ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പാസ്റ്റിന് സിംഗുലറും പ്ലൂറലും ഒന്നും ഇല്ല. ദ മാൻ ഗേവ് ഹിസ് ഫ്രണ്ട് 5 million എന്ന് പറയുന്നത് ഒരുപാടാണ്, പ്ലൂറലാണ്. ഓക്കെ, 5 million കൂടെ ഇപ്പോൾ എന്ത് വേണം? ഡോളേഴ്സ്. ഓക്കെ, ഓക്കെ. ഇതൊന്ന് ആൻസർ ചെയ്യ്. അല്ല, ചെക്ക്. ഹലോ, ക്ലാസ് എടുക്കുക. ക്വസ്റ്റ്യൻ ഇല്ല. അവളുടെ ക്ലാസ് എല്ലാം തീർന്നാ? അവളുടെ ഞാൻ വാട്സപ്പിലൊന്നും ഇല്ല, നമ്മുടെ ടെലഗ്രാമിലേ ഉള്ളൂ. അവള് വാട്സപ്പിൽ എന്തിനാ മെസ്സേജ് അയക്കണം? ഞാൻ ടെലഗ്രാമിലേ ഉള്ളൂ. അയച്ചു തരാം. ഓ, കണ്ട്. ഓ, അതെ. ശരി, ഞാനിത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ, തരാം. ശരി. ഓക്കെ, 19. ലാസ്റ്റത്തെ ഒഴികെ ഓക്കെ. മാത്തമാറ്റിക്സ് ഹാസ് അല്ലേ വരാം? ആ, മാത്തമാറ്റിക്സിൻ്റെ കൂടെ എന്താ വരുന്നത്? സിംഗുലർ പറഞ്ഞത് എന്തൊക്കെയാണ് മാത്തമാറ്റിക്സ്? അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ എസ്സിൽ അവസാനിക്കുന്നതെല്ലാം നമ്മൾ എന്താണ് പ്ലൂറലായിട്ട് എടുക്കാറുള്ളത്. എസ്സിൽ അവസാനിക്കുന്ന ചില പർട്ടിക്കുലർ വേർഡ്സ് ഉണ്ട്, അത് വേർഡ്സ് ആയിട്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ചില വേർഡ്സ് എസ്സിൽ അവസാനിക്കുന്നത് നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും, ചില വേർഡ്സ് നമ്മൾ എസ്സിൽ അവസാനിക്കുന്നത് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിലൊരെണ്ണമാണ് എന്ത്? മാത്തമാറ്റിക്സ് മാത്രമല്ല, സബ്ജക്റ്റ് വരുന്നതല്ല. ഇപ്പോൾ വേറെ എന്താ കൊടുക്കാം? എക്കണോമിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്സ്, അങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന കുറേ സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ മാത്തമാറ്റിക്സ് ഹാസ് ആണ് വരുന്നത്. അടുത്തത് ന്യൂസസ് എന്ന് പറഞ്ഞാൽ വേർഡില്ല, ന്യൂസ് എന്ന് മാത്രമേ ഉള്ളൂ. ദ ന്യൂസിൻ്റെ ഫുൾ ഫോം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂസിന്? ന്യൂസ് എന്താണ്? അപ്പോൾ ന്യൂസിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? ന്യൂസ് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അടുത്ത 21. 20 വേറെ മിസ്റ്റേക്ക് ഉണ്ടോ സീതേ? ഞാൻ ന്യൂസിൽ തന്നെ നിന്നു. ന്യൂസിൽ തന്നെ നിന്നാ? എന്താണ് നീ അവിടെ തന്നെ? ബാക്കി സെന്റൻസ് അല്ലേ? സോറി, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒന്നിനും അങ്ങനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യല്. ഇതിനകത്ത് അടുത്ത മിസ്റ്റേക്ക് വേഗം കണ്ടുപിടി. എന്ന് പറയുന്നത് സിംഗുലർ ആണെന്ന് പറഞ്ഞു.
ഷെയ്സ് ഉം. ഈസ് നോട്ട് പോസിറ്റീവ് ആണോ? എന്തിനാ ഈസ് എടുത്തത്? ഷെയർസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആറല്ലേ? അപ്പോൾ ഷെയർസ് ആ, ആറല്ലേ? ഏ പിന്നീട് എന്താ ദ ന്യൂസ് റിഗാർഡിംഗ് ഷെയർസ് ആർ നോട്ട് പോസിറ്റീവ്. ആ ഈ ആറ് ആരെയാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ന്യൂസിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ എന്തിനാ പിന്നെ കൺഫ്യൂഷൻ ആവുന്നത്? ദ ന്യൂസ് റിഗാർഡിംഗ് ഷെയർസ്, ഷെയർസിനെ പറ്റിയുള്ള ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ന്യൂസ് റിഗാർഡിംഗ് ഷെയർസ്, ഷെയർസിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ആ ന്യൂസിനെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പം എന്താണ്? ന്യൂസ് സിംഗുലറാണ്, ഈസാണ്. ഓക്കെ, ഒരു സെൻറ്റൻസ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു നമുക്ക് ഫെമിലിയർ ആയിട്ട് ഒരു റൂള് കണ്ടാൽ അത് അവിടെ തന്നെ നിൽക്കരുത്, കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അടുത്തത് 21. ബാക്കി ആർക്കും റൂൾസ് അറിയില്ല? മഹാ എവിടെ? എന്താ വൈ സൗണ്ടും ഇല്ല? ഹലോ ഹലോ, സൗണ്ടില്ല. ആ കുഴപ്പമില്ല, നിനക്കുള്ള ഞാൻ തനിയെ തരാം, നീ വെയിറ്റ് ചെയ്യ്, ഇത് കഴിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 21. സമ്മോണിന്റെ അടുത്താണോ? സമ്മൺ നമുക്ക് രണ്ട് വേർഡ് ടൈപ്പ് സമ്മൺ ഉണ്ട്. SUMMON, SUMMONS. ഏതാ? ആ രണ്ട് സാധനം ഒന്ന് ചെക്ക് ചെയ്തൊക്കെ, തെറ്റിപ്പോകരുത്. രണ്ടും ഒരേ സെൻറ്റൻസ് ആണ്. സമ്മൺ ഉണ്ട്, സമ്മൺസ് ഉണ്ട്. ഇതാണെങ്കിൽ ഇതൊരു വെർബ. സമ്മൺ V1, സമ്മണ്ട് V2, സമ്മണ്ട് അത് V3. എൻ്റെ തേർഡ് ഫോം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും നമ്മളെ വിളിച്ച് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുക, അതൊരു മീൻസ് ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ഒരു ലീഗൽ ഒരു ലോ ഒക്കെ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വിളിപ്പിക്കുന്നത്, അങ്ങനെയാണ് വരുന്നത്. ഇപ്പം സപ്പോസ് പോലീസുകാർ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞപ്പോൾ എന്താണ്? ദ സർക്കിൾ ഇൻസ്പെക്ടർ സമ്മണ്ട് മീ. ഹി കോൾഡ് എന്നൊരു മീനിങ്. എന്താണ്? അവിടെ ചെല്ലാൻ പറഞ്ഞു, ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവരെ വിളിച്ചു എന്നൊരു മീനിങ് ആണ് സമ്മൺ, സമ്മണ്ട്, സമ്മണ്ട്. ഇതെന്താണ്? സമ്മൺസ് ആണ്. സമ്മൺസ് എന്ന് പറയുന്നത് അതൊരു പർട്ടിക്കുലർ കോർട്ട് റിലേറ്റഡ് വേർഡാണ്. സമ്മൺസ് എന്ന് പറയുന്നൊരു, അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. സമ്മൺസ്, SUMMONS, സമ്മൺസ് എന്താണ്? ഒരു ഓർഡറാണ് അല്ലേ? അത് വേറെയാണ്. ഇത് റിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻ്റ്, ഒരു എന്താണ് മറ്റേ ധാരാടുത്തത് വന്നേ. ഓക്കെ, അപ്പോൾ ഒരു മറ്റേ നമ്മുടെ മുദ്രപത്രം അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ എന്നൊക്കെ പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് സാധനം, ഒരു ഡോക്യുമെൻ്റ്, കോർട്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ്. ഷീ റിസീവ്ഡ് എ സമ്മൺസ്. ഇതാണ് എന്താണ്? അവിടുന്ന് ഒരു ലെറ്റർ വന്നു, കോർട്ടിൽ നിന്നൊരു ലെറ്റർ വന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു അപ്പിയർ, 2+V1, ടു അപ്പിയർ ഇൻ ദ കോർട്ട് ദ ഫോളോയിങ് വീക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് നെക്സ്റ്റ് വീക്ക്. ഓഷിറ്റ് എടാ, ഞാൻ ഫുഡ് വാങ്ങിച്ചു, കുഴപ്പമില്ല, മാനേജ് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഓക്കെ. അത് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ 21 വേറെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല 22 neither the അത് ഞാൻ കണ്ടുപിടിച്ചല്ലോ passengers were അല്ലേ neither the pilot nor the passengers were നേരത്തെ റൂള് പറഞ്ഞത് എന്താണ് നെയ്തർ നോർ എയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവർക്കൊക്കെ എന്ത് റൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സിമിലർ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ റൂളുണ്ട്. അതല്ലാണ്ട് വേറെ എന്താ റൂളുള്ളത്? എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവർക്കൊക്കെ എന്താണ് വന്നു കഴിഞ്ഞാൽ ദ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് നെയ്തർ ദ പൈലറ്റ് ഇവിടെ ആരാണ് ഫസ്റ്റത്തെ ആൾ ദ പൈലറ്റ് നോർ ദ പാസഞ്ചർ സെക്കൻഡ് സബ്ജക്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നൗൺ ഇവിടെ എന്താണ് ഫസ്റ്റ് ഇവിടെ നൗണുണ്ട് നെയ്തർ ദ പൈലറ്റ് നൗൺ 1 ഉണ്ട് നെയ്തർ ദ പൈലറ്റ് നോർ ദ പാസഞ്ചേഴ്സ് നൗൺ 2 ഉണ്ട് വാസ് റെഡി ടു അഡ്ജസ്റ്റ് അപ്പം നെയ്തർ നോർ എയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നു കഴിഞ്ഞാൽ ദ വെർബ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സെക്കൻഡ് നൗൺ. സെക്കൻഡ് നൗൺ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സ് ആണ്. പാസഞ്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർ. സിമിലർലി 23 king has the soldiers noun 1 but also the king noun 2 have വരുമോ? കിങ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. ഓക്കെ അടുത്ത 24 is the same book which എന്നുള്ള ദാറ്റ് ആവൂല്ലേ സെയിം ലാസ്റ്റ് റൂൾ എന്താണ്? ഏതൊക്കെയാണ് ഒരു പർട്ടിക്കുലർ വേർഡ്സ് ഉണ്ട്, ഏതൊക്കെയാണ് കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോർമലി ഒരാളിത് വായിച്ച ഒരു മിസ്റ്റേക്കും ഫീൽ ചെയ്യില്ല. കാരണം ഇസ് ദിസ് ദ സെയിം ബുക്ക് വിച്ച് യു ആസ്ക്ഡ് ഫോർ, ഒരു മിസ്റ്റേക്കും ഫീൽ ചെയ്യില്ല. ഞാൻ സീരിയസ് അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. അല്ലാണ്ട് വിച്ചും ദാറ്റും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല എക്സാമിന്. നമുക്കത് ഫീൽ ചെയ്യില്ല, നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഉറപ്പായിട്ടും ഫീൽ ചെയ്യില്ല. അപ്പം എന്താണ് വേർഡ് എന്താണ്? ദ സെയിം. ദ സെയിം എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ വരട്ടെ. നീ എന്ത് ചെയ്യാ? ഞാൻ ക്ലാസ് എടുക്കുക. എന്താ കഴിക്കുന്നത്? ഞാൻ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇംഗ്ലീഷ് റൂൾസ് വല്ലതും അറിയോ? നിനക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ആവശ്യമുണ്ട്. ഹലോ. പക്ഷെ മ്യൂട്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ റെക്കോർഡിങ്ങിലെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്തിനാ എന്താ മ്യൂട്ട് ചെയ്യുന്നത്? അല്ലെ പിന്നെ ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യാതിരിക്കണം. ഓക്കെ. അപ്പം എന്താണ് വിച്ചും ദാറ്റിൻ്റെ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വേർഡ്സ് പഠിച്ചേ പറ്റി. ഏതൊക്കെയാണ്? അതിൽ ഒരെണ്ണമാണ് ദ സെയിം. ബാക്കി ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഇതാ കിടക്കുന്നു. ഇതല്ല. എവറിത്തിങ് വിത്ത് അല്ലേ? വിത്ത് അല്ല മീൻസ് ഇതിൻ്റെയൊക്കെ കൂടെ എന്നുള്ള ആ ഒരു മീനിങ് ആണ്. വിത്ത്
എവറിത്തിങ്, നത്തിങ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഓള്, ദ സെയിം, നണ്ണ്, എനി. ഈ വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ പറയുന്ന വെച്ചിട്ടൊരു അതങ്ങനെ ചോദിക്കൂ. അവിടെ വിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഹൂ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദാറ്റ് ആയിരിക്കും. അത് ചോദിക്കും. ഇതെല്ലാം ഒരു പാറ്റേൺസാണ്, അതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ ഈ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ വിച്ചിൻ്റെ ഇൻ ദ പ്ലേസ് ഓഫ് വിച്ച് വി യൂസ് ദാറ്റ്. അപ്പോൾ ഈസ് ദിസ് ദ സെയിം ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ. എന്താണ് കിട്ടാത്ത? ബാക്കിയെല്ലാം കിട്ടിയില്ല. മോസ്റ്റ് ബ്യൂട്ടിഫുൾ അവിടെ ആണോ? The most beautiful Is this the most beautiful honeymoon place that I have ever? അതെ. Superlative ആയി പറഞ്ഞു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവാ? ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, സിംഗ്. ഇത് പോസിറ്റീവ്, ഇത് കമ്പാരിറ്റീവ്, ഇത് സൂപ്പർലേറ്റീവ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഒപ്പം നമ്മൾ ദാറ്റ യൂസ് ചെയ്യുന്നപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഈസ് ദ. ഇനി മോസ്റ്റിന് സൂപ്പർലേറ്റീവിൻ്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ദാൻ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ദാറ്റ് ഐ ഹാവ് എവർ വിസിറ്റഡ്. ആൻഡ് ദ നെക്സ്റ്റ് റൂൾ വിൽ ബി, ഇത് ആക്ച്വലി ഇത് നോക്കട്ടത്, ഇതിപ്പോൾ ആൻസറോടെ ചേർത്തുള്ളതാണ്. പോട്ടെ. ഇത് നോക്കിയത് ഇത് കുഴപ്പമില്ല, അല്ലാണ്ട് പഠിച്ചാൽ മതി. എന്താണ്? നോ സൂണർ, ഹാർഡ്ലി, സ്കേസ്ലി, റെയർലി, ബെയർലി. ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്താണ് നോ സൂണർ, ഹാർഡ്ലി, സ്കേസ്ലി, റെയർലി, ബെയർലി? ഇവിടെ എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? റൂൾ ഓഫ് ഇൻവേർഷൻ. റൂൾ ഓഫ് ഇൻവേർഷൻ ഐ തിങ്ക് വി ഹാവ് മെൻഷൻഡ് ഏർലിയർ. എന്താ റൂൾ ഓഫ് ഇൻവേർഷൻ വരുന്നത്? ആദ്യം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇൻവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? WH plus auxiliary verb plus subject plus main verb. കിട്ടിയില്ലടാ. ഏതാണ് റൂൾ ഓഫ് ഇൻവേർഷൻ? നോ സൂണർ കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരില്ലേ? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് അല്ലേ? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. ഇതാണ് എന്ത് വരുന്നത്? റൂൾ ഓഫ് ഇൻവേർഷൻ വരുന്നത്. നമ്മളിപ്പം നോർമലി പറയുന്നത്, ഇതിപ്പോൾ എക്സാമ്പിൾ പറയാനായിട്ട് വേറെ എന്ത് പറയുന്നത്? ഇത് തന്നെ പറഞ്ഞാൽ അതെന്താണ്? നോ സൂണർ ഐ റീച്ച്ഡ് ഹോം. നോ സൂണർ ഐ റീച്ച്ഡ് ഹോം. നോ സൂണർ ഐ സബ്ജക്റ്റ്, റീച്ച്ഡ് വെർബ്. ഓക്കെ. പക്ഷെ എന്താണ് റൂൾ പറഞ്ഞേക്കുന്നത്? എന്താണ്? നോ സൂണർ, ഹാർഡ്ലി, സ്കേസ്ലി, റെയർലി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നോ സൂണർ കഴിഞ്ഞിട്ടല്ലെങ്കിൽ എന്താണ്? ഈ ഒരു സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറയുന്നതിനെ മാറ്റിയിട്ട് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പം ഞാൻ അങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എന്തില്ല? ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ റീച്ച്ഡ് എന്ന് പറയുന്നതിന് എന്തെന്നാക്കാം? ഡിഡ് പ്ലസ് റീച്ച് എന്നാക്കാം. ഇനിയിപ്പോൾ എന്താണ്? സിങ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഡസ് പ്ലസ് സിങ്. പിന്നെ വെറുതെ പ്ലേ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം? ഡു പ്ലസ് പ്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മുടെ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ഓക്സിലറി വെർബ് ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ പറയും? നോ സൂണർ, അവിടുത്തെ അപ്പം റീച്ച്ഡ് എന്ന് പറയുന്നത് എന്തായി? ഡിഡ് പ്ലസ് റീച്ച് എന്ന് പറയുന്നതിൽ ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബും റീച്ച് എന്ന് പറയുന്നത് മെയിൻ വെർബുമാണ്. അപ്പോൾ എങ്ങനെ വരും? നോ സൂണർ ഡിഡ് ഐ റീച്ച്. നോ സൂണർ
ഡിഡ് ഐ റീച്ച് ഹോം. ഇനി അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ്, നോ സൂണറിനോടൊപ്പം എപ്പോഴും ദാൻ ആയിരിക്കും, ബാക്കിയുള്ളവരോട് എപ്പോഴും വെൻ ആയിരിക്കും. നോ സൂണർ ദാൻ. അപ്പം നോ സൂണർ ഡിഡ് ഐ റീച്ച് ഹോം ദാൻ there was a party. No sooner did I reach home than there was a party. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്? നോ സൂണർ ഇത് വേണ്ട, നോ സൂണർ കഴിഞ്ഞിട്ട് എങ്ങനെ വന്ന് ഡിഡ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, മെയിൻ വെർബ്. എന്ത് കിട്ടി? നമ്മളിത് എന്താണ്? ഇത് റൂൾ ഓഫ് ഇൻവേർഷൻ്റെ ഫോർമാറ്റാണ്. നോ സൂണർ കഴിഞ്ഞിട്ട് എന്താണ്? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. റൂൾ ഓഫ് ഇൻവേർഷൻ്റെ ഫോർമാറ്റാണ്. റൂൾ ഓഫ് ഇൻവേർഷൻ, ഇതാണ് റൂൾ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോ സൂണർ ഡിഡ് അറ്റ് ദ ബെൽ റാങ്. നോ സൂണറിനോടൊപ്പം എന്ത് തന്നെ വരണം? വെന്നല്ല, നോ സൂണർ ദാൻ there was a rush of students. റിങ് എന്ന് പറയുമ്പോൾ മറ്റേ ബെല്ലടിക്കുക എന്നൊരു മീനിങ് ആണ്. ഓക്കെ. ബെയർലി, റെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി ഒക്കെ വരുമ്പോൾ എന്താ വരുന്നത്? അപ്പോഴും ഇത് തന്നെയാണ് റൂൾ ഓഫ് ഇൻവേർഷൻ വരണം. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. റൂൾ ഓഫ് ഇൻവേർഷൻ ഓക്കെയാണ്. പക്ഷേ ബെയർലിയുടെ കൂടെ ആര് വരണം? വെൻ വരണം. ഇതൊക്കെ കോമൺ എപ്പോഴും കോമൺ ആയിട്ട് എക്സാമിന് കാണുന്ന സാധനങ്ങളായത്. എററിലാണെങ്കിലും ശരി, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഫിൽ ദ ബ്ലാങ്ക്സ് RCയിലൊക്കെ ആണെങ്കിലും വെരി 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 കോമൺ ഐറ്റംസ് ആയത്. ഓക്കെ, 24 ആയിട്ടുള്ളൂ. സ്റ്റിൽ റിവൈസ് ചെയ്യാൻ ടൈമുണ്ട്. അപ്രോക്സിമേറ്റ് 80 സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പകുതിയുടെ പകുതി മാത്രം ക്രോസ് ചെയ്തു. 25% കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെൻഡിങ് ഇടാണ്ട് റിവൈസ് ചെയ്ത് പോയാൽ നല്ലതാണ്. കുറച്ചേ നോക്കിയാലും മതി. 25. ഇതെല്ലാം എന്താണ്? ഈ വേർഡ്സ് എന്താണ്? എല്ലാ വേർഡ്സും നെഗറ്റീവാണ്. സെൽഡം, നോ വെയർ, നോ കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. നോ വെയർ, നെവർ, നത്തിങ്, ബെയർലി, റെയർലി, നേരത്തെ പറഞ്ഞതെല്ലാം ഉണ്ട്. ബെയർലി, റെയർലി, സ്കേസ്ലി, നോട്ട് ഓൺലി, മിയർലി, നെയ്തർ, റെയർലി, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഹാർഡ്ലി, സ്കേസ്ലി, ബെയർലി, റെയർലി, നോ സൂണർ, ഇവരെല്ലാം എന്ത് തന്നെയാണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഒരു നെഗറ്റീവിൻ്റെ കൂടെ വേറൊരു നെഗറ്റീവ് ആഡ് ചെയ്യരുത്. ഒരു നെഗറ്റീവിൻ്റെ കൂടെ വേറൊരു നെഗറ്റീവ് ആഡ് ചെയ്താൽ നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? പോസിറ്റീവ്. സെൻറ്റൻസ് പോസിറ്റീവും, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഇപ്പം നമുക്ക് അങ്ങനെ ഇപ്പം ഈ റൈറ്റേഴ്സൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ബ്യൂട്ടിക്ക് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മീൻസ് 2 നെഗറ്റീവ് യൂസ് ചെയ്യും. 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ സെൻറ്റൻസ് പോസിറ്റീവാണ്. ഓക്കെ. ഇപ്പം ആക്ച്വലി എന്തെടുക്കാം? ഇത് ഐ ഹാർഡ്ലി ഹേർഡ് നത്തിങ്. ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് പറയാൻ പറഞ്ഞു. ഇതിപ്പം ഐ ഹാർഡ്ലി ഹേർഡ് നത്തിങ്. ഹാർഡ്ലി ഒരു നെഗറ്റീവാണ്, നത്തിങ്ങും ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകുമ്പോൾ എന്താണ്? സീരിയസ് ആയിട്ട് പറഞ്ഞു, എൻ്റെ മീനിങ് എന്താവും? ഐ ഹേർഡ് വെൻ യു വെർ സിംഗ്. ഞാൻ കേട്ടു എന്നുള്ള മീനിങ് ആയി. പോസിറ്റീവ് സെൻറ്റൻസ് ആയത് ആക്ച്വലി. ഇതിൻ്റെ മീനിങ് വെച്ചാൽ ആക്ച്വലി ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്. എന്താണ്? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ളത് വായിച്ചു കഴിഞ്ഞാൽ മീനിങ് കിട്ടും. എന്താണ്? ഐ ഹേർഡ് വെൻ യു ആർ സിംഗ്. നീ പാടിയത് ഞാൻ കേട്ടു. ബട്ട് നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഈ വരുന്ന നെഗറ്റീവ് വേർഡ്സിനോടൊപ്പം വേറൊരു നെഗറ്റീവ് വേണ്ട. ഐ ഹാർഡ്ലി ഹേർഡ് നത്തിങ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം നത്തിങ്ങിനെ എങ്ങനെ പോസിറ്റീവ് ആക്കുന്നത്? എനിത്തിങ് മതി.
എന്ത് കൊടുക്കാം? ഐ ഹാർഡ്ലി ഹേർഡ് എനിത്തിങ്. നത്തിങ്ങിനെ പോസിറ്റീവ് ആക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? എനിത്തിങ് യൂസ് ചെയ്യാം. ഇപ്പം എന്തായി മീനിങ്? ഹാർഡ്ലിന്റെ കൂടെ ഇപ്പം ഹാർഡ് വരും പറഞ്ഞിട്ടോ? ഹാർഡ് വരൂടാ. എന്ത് പറ്റി? ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. വരുന്ന സമയത്ത് ആലോചിച്ചാൽ പോരെ. ഹാർഡ്ലി അടാ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ ഇവിടെ ഡിഡ് ഉണ്ടോ? ഞാൻ ശരിക്കും പറയും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്. റൂൾ എന്ന് പറഞ്ഞൊരു ഇതൊരു ഇന്റർനാഷണൽ റൂളൊന്നും അല്ല. ഞാൻ ശരിക്കും പറഞ്ഞു ഇതൊരു 120 റൂൾസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത് ഇതൊരു പക്ക ഒരു ഇന്റർനാഷണൽ റൂൾ അല്ല. എന്തിനത് ക്രിയേറ്റ് ചെയ്തത്? നമ്മുടെ എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ടൈപ്പ് ഓഫ് സയൻസ്. ഇംഗ്ലീഷിലെ ഷോർട്ട് കട്ട്സ് ആയത്. അപ്പം നീ ആ ഒരു ഹാർഡ്ലി എപ്പോൾ ആലോചിച്ചാൽ മതി. ഇപ്പം ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഡിഡാണ് അവർ ഇട്ടിരുന്നതെന്നുണ്ടെങ്കിൽ നീ ആലോചിക്കുക, ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഡിഡ് അല്ല വരുന്നത്, ഹാഡാണ്. ഇല്ലാത്ത സാധനം ചുമ്മാ ഉണ്ടാക്കണ്ട. ശരിക്കും പറഞ്ഞ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഞാൻ എക്സാം അങ്ങനെയുള്ളൂ, അത്രേ വരാറുള്ളൂ. അല്ലാണ്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആലോചിക്കേണ്ട കേസില്ല. നമ്മൾ ആ റൂള് പഠിച്ചപ്പം എന്തിനെ എലിമിനേറ്റ് ചെയ്തത്? ഡിഡ് എല്ലാം ഹാഡ് ആക്കിയാണ് ആ എക്സാമ്പിളിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പം ഹാർഡ്ലി കഴിഞ്ഞിട്ട് സപ്പോസ് ഇവിടെ ഒരു ഡിഡ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്യും. ബിക്കോസ് ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഹാഡാണ് വരാനുള്ളത്. പക്ഷെ നോ സൂണർ കഴിഞ്ഞിട്ട് എന്ത് വരണം? ഡിഡ്. അത് പറഞ്ഞില്ല. ഹാർഡ്ലി കഴിഞ്ഞിട്ട് അത് ആ ക്വസ്റ്റ്യനിൽ നോക്കിയത്. ഇപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും ഹാർഡ്ലി ഡിഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. എന്താണ്? ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഹാഡ് വരണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യനിൽ നോ സൂണർ കഴിഞ്ഞിട്ട് ഒരു ഹാഡ് പറയും. നോ സൂണർ ഹാഡ് എന്നും പറഞ്ഞാണ് ഒരു സെന്റൻസ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്യുക. നോ സൂണർ കഴിഞ്ഞിട്ട് ഡിഡ് ആണ് വരുന്നത്. അത് ക്വസ്റ്റ്യൻ അപ്പം നോക്കിയാൽ ഞാൻ പറയാം. ആ ഒരു ടൈപ്പ് വരുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. അല്ലാണ്ട് എപ്പോഴും അതൊരു ഒരു ഇന്റർനാഷണൽ റൂളൊന്നും അല്ല. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ 2 നെഗറ്റീവ് യൂസ് ചെയ്യണ്ട. ഐ ഹാർഡ്ലി ഹേർഡ് ഇതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് എനിത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു വെർ സിംഗിങ്, നീ പാടിയപ്പോൾ ഞാൻ ഒന്നും കേട്ടില്ല. ഓക്കെ, പോലീസ് ഡിഡിൻറ്റ് നോ. ഡിഡിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? നെഗറ്റീവായി. അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണോ? അതിപ്പോൾ അതുപോലെ തന്നെ പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പോലീസ് പ്ലൂറൽ ആണ്. ഓക്കെ, പോലീസ് ഈസ് ആണോ പോലീസ് ആറാണോ? അപ്പോൾ പോലീസ് ആറാണ്. ഓക്കെ, അടുത്തത് അവിടെ മിസ്റ്റേക്ക് ഇല്ല, കുഴപ്പമൊന്നുമില്ല. ശംഭോ എൻ്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ക്വസ്റ്റ്യനിൽ ഇവിടെ നത്തിങ് ആയിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ മിസ്റ്റേക്ക് ഒന്നുമില്ല. പോലീസ് അപ്പോൾ എന്താണ്? ഇവിടെ ഇപ്പോൾ വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല. പോലീസ് ഡിഡിൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. പോലീസ് ഡിഡിൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ദ റോബറിയെക്കുറിച്ച് പോലീസിന് ഒന്നും അറിയില്ല. സോ ദ സെൻറ്റൻസ് ഈസ് കറക്റ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ. ഐ സ്കേസ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. ഐ സ്കേസ്ലി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല. ഒരു ഡോണ്ട് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ നോട്ടിൻ്റെ ഒരു കേസ് ഇനി അവിടെ ഉപയോഗിക്കേണ്ട. ഐ സ്കേസ്ലി ഹാവ് എനി ഇൻഫർമേഷൻ. ഇതെന്താണ്? ഐ ഡു നോട്ട് ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദിസ്. ഈ സെയിം മീനിങ് തന്നെയാണ് ഐ. ഇതിപ്പോൾ എന്താണ്? നമ്മൾ നോട്ട് ചേർത്ത് പറഞ്ഞു. എന്ത് പറയാം? ഐ സ്കേഴ്സ്ലി ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം മീനിങ് ആണ്. കാരണം സ്കേഴ്സ്ലി ഈസ് എ നെഗറ്റീവ് വേർഡ്. ഐ ഡു നോട്ട് ഹാവ് എന്ന് പറഞ്ഞാലും, ഐ സ്കേഴ്സ്ലി ഹാവ് എന്ന് പറഞ്ഞാലും, ഐ റെയർലി ഹാവ് എന്ന് പറഞ്ഞാലും, ഐ ബെയർലി ഹാവ് എന്ന് പറഞ്ഞാലും എല്ലാം ഒറ്റ മീനിങ്ങേ ഉള്ളൂ, നോ. ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ. അപ്പോൾ രണ്ടും കൂടെ ഒരേ ടൈമിൽ യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമില്ല.
അടുത്തത് സെൽഡം. സെൽഡം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇത് സീരിയസ് ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ സെൽഡം റിമൂവ് ചെയ്യാം. എന്ത് വേണം? വി ഡോണ്ട് ഫർഗെറ്റ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. പ്രശ്നമൊന്നുമില്ല. എന്താണ്? നമ്മൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ മറക്കില്ല. വി ഡോണ്ട് ഫർഗെറ്റ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. എങ്ങനെ എഴുതാം? ഇങ്ങനെയും എഴുതാം. സെൽഡം വി ഫർഗെറ്റ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു മീനിങ് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ സെൽഡത്തിനെ അങ്ങ് മാറ്റിയിട്ട്, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സെൻറ്റൻസ് തരികയാണ്, സെൽഡം വി ഫർഗെറ്റ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. അവിടെ നോ വെച്ചങ്ങ് വായിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ്, നമുക്കവിടെ നെഗറ്റീവ് മീനിങ് ആണെന്ന് അപ്പോൾ ഓർമ്മ. ഇതെല്ലാം നെഗറ്റീവ് മീനിങ് ആണ്. കംപ്ലീറ്റ്ലി നോ, വി ഡോണ്ട് ഫർഗെറ്റ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. അല്ല, ഈ എറർ കറക്ഷൻ ആവുമ്പോ അപ്പൊ അതെങ്ങനെയാണ്? സെൽഡം ആണോ ഡോണ്ട് ആണോ എടുക്കുക? പാർട്ടല്ലേടാ വരുന്നത്, നമുക്ക് അതൊരു പാർട്ടിൽ എടുത്തോളൂ. എ ഒരു പർട്ടിക്കുലർ വേർഡായിട്ട് തരില്ലല്ലോ. ഏത് പാർട്ടിലല്ലേ എറർ എന്ന് ചോദിക്കാറുള്ളൂ. ഇവരെ രണ്ട് പാർട്ട് ആക്കില്ല. ഇവരെ ഇങ്ങനെ അല്ലെങ്കിൽ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പാർട്ട് സ്പ്ലിറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പം സപ്പോസ് നിനക്കിത് എററായിട്ട് ചോദിച്ചാലും മിക്കവാറും ഇതൊരു പാർട്ടായിരിക്കും. എന്താണ്? എ. ഇതായിരിക്കും ഒരു പാർട്ട്. അപ്പം നമുക്കറിയാം എ പാർട്ടിലാണ് മിസ്റ്റേക്ക്. ക്ലിയർ? മഹാ ക്ലിയർ? പോയാ? ഹലോ മഹാ? മെസ്സേജ് ചെയ്യണ്ടല്ലോ മഹാ. ഓക്കെ ഓക്കെ, ശരി. മിസ്റ്റേക്ക് എന്താ? റീസൺ എഴുതിയിട്ടുണ്ട്, മിസ്റ്റേക്ക് പറ. കമ്പയർ ചെയ്യുന്നത് ഈക്വൽ ഒബ്ജക്ട്സിനെ വേണം കമ്പയർ ചെയ്യാനുള്ളത്. ഒരു ക്വാളിറ്റിയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ മറ്റൊരാളിൻ്റെ ക്വാളിറ്റി ആയിട്ട് വേണം കമ്പയർ ചെയ്യാനുള്ളത്. ഒരു നമ്പർ കമ്പയർ ചെയ്യണമെങ്കിൽ അത് മറ്റേതിൻ്റെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ എന്താണ്? മൈ ഷർട്ട്, ഇവിടെ ആരെ പറയുന്നത്? ഷർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഈസ് ബെറ്റർ ദാൻ യു എന്ന് പറയുമ്പോൾ അത് ആരാണ്? അതൊരു പേഴ്സണാണ്. ഷർട്ടിനെയും പേഴ്സണിനെയും എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? റോങ് ആണ്. അപ്പോൾ എന്താണ്? എൻ്റെ ഷർട്ടാണെങ്കിൽ അത് നിൻ്റെ ഷർട്ടിനെ വെച്ച് വേണം കമ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? മൈ ഷർട്ട് ഈസ് ബെറ്റർ ദാൻ. ബെറ്റർ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ പോസിറ്റീവ് ഏതാണ്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ഓക്കെ, മൈ ഷർട്ട് ഈസ് ബെറ്റർ ദാൻ യുവർ ഷർട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? മൈ ഷർട്ട് ഈസ് ബെറ്റർ ദാൻ യുവേഴ്സ് എന്ന് പറയാം. യുവേഴ്സ് അപ്പോസ്ട്രഫി ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ പൊസഷൻ, നിൻ്റേത്. മൈ ഷർട്ട് ഈസ് ബെറ്റർ ദാൻ യുവർ ഷർട്ട്, അല്ലെങ്കിൽ മൈ ഷർട്ട് ഈസ് ബെറ്റർ ദാൻ യുവേഴ്സ്. രണ്ട് രീതിയിലും ആൻസർ ചെയ്യാം. അപ്പോൾ എന്തായി? നിൻ്റെ ഷർട്ടിനെയാണ് നമ്മളപ്പോൾ അവിടെ കമ്പയർ ചെയ്യുന്നത്. അടുത്ത കൊൽക്കട്ടയിലെ മാംഗോസ്. കൊൽക്കട്ടാസ് മാംഗോസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ആർ സബ്ജക്റ്റ് ഇതെന്താണ്? ഇതെല്ലാം ചെക്ക് ചെയ്ത് അങ്ങ് പോയാൽ അതെന്താണ്? ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ പ്ലൂറൽ വെർബ് വന്നു. സ്വീറ്ററാണ്. കമ്പാരിറ്റീവ് വന്നപ്പോൾ ദാൻ വന്നു. ദാൻ മുംബൈ അല്ല കമ്പയർ ചെയ്യണം, മുംബൈയിലെ മാംഗോസ് ആണ്. അപ്പോൾ എങ്ങനെ പറയും? ഒന്നെങ്കിൽ മുംബൈസ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം? സ്വീറ്റർ ദാൻ മാംഗോസ് ഓഫ് മുംബൈ. സ്വീറ്റർ ദാൻ ദാറ്റ് ഓഫ് മുംബൈ എന്ന് പറഞ്ഞൂടെ? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മുംബൈ. മൂന്ന് രീതിയിലും പറയാം. കൊൽക്കട്ടാസ് മാംഗോസ് ആർ സ്വീറ്റർ ദാൻ മുംബൈസ് എന്ന് പറയാം. മാംഗോസ് ഓഫ് മുംബൈ എന്ന് പറയാം. ദാറ്റ് ഓഫ് മുംബൈ എന്ന് പറയാം. ദാൻ ദാറ്റ് ഓഫ് മുംബൈ. മൂന്ന് രീതിയിൽ ആൻസർ. ഇവിടെയും സെയിം ആൻസർ വരും. ദ വെദർ ഓഫ് ഗോവ. ഗോവയിലെ വെദറിനെയാണ് കമ്പയർ ചെയ്യുന്നത്. വെദർ ഓഫ് ഗോവ അല്ലെങ്കിൽ വെദർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് വന്നു. എങ്ങനെ ഈസ് വന്നത്?
ഓഫ് വന്നല്ലേ. ഓഫിൻ്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രിപ്പോസിഷനാണ്. 2 നൗൺ ഉണ്ടല്ലേ, നൗൺ 1ഉം നൗൺ 2ഉം ഉണ്ട്. 2 നൗണിനെ പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർബ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഫസ്റ്റ് നൗൺ. ഫസ്റ്റ് നൗൺ വരുമ്പോഴത്തേക്ക് ദ വെദർ എന്ന് പറഞ്ഞു. ദ എന്ന് പറയുമ്പം സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്ക് നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? സിംഗുലർ വെർബ് കൊടുക്കാം. മോർ പ്ലസൻറ്റ്, പ്ലസൻറ്റിൻ്റെ പോസിറ്റീവ് കമ്പാരിറ്റീവ് ഇതാണ്. എന്താണ് അപ്പോൾ? പ്ലസൻറ്റ്, മോർ പ്ലസൻറ്റ്, മോസ്റ്റ് പ്ലസൻറ്റ്. അപ്പം ദ വെദർ ഓഫ് ബോയ്സ് മോർ പ്ലസൻറ്റ് ദാൻ, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാൻ വന്നു. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ദാൻ പാർട്ട്നേഴ്സ് എന്ന് കൊടുക്കാം, ദാൻ ദാറ്റ് ഓഫ് പാർട്ട്നർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദാൻ വെദർ ഓഫ് പാർട്ട്നർ. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് എക്സാമിന് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റിനൊക്കെ. കമ്പയർ ചെയ്യുന്നത് ഈക്വലി ഈ അപ്പോസ്ട്രോഫി എസ് എല്ലാത്തിനും പറ്റുമോ? അത് ഇതിനകത്ത് എവിടെയോ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് അത് വരുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം. കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോസ്ട്രോഫി എസിന് റൂൾ ഉണ്ടടാ. എവിടെയൊക്കെ ഉപയോഗിക്കും, എവിടെയൊക്കെ ഉപയോഗിക്കില്ല. ഉണ്ട്. പക്ഷെ നീ എവിടെ നീ ചോദിക്കരുത്. ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ എസ്സിലപ്പം പറയാൻ പറ്റുമോ? പിന്നെന്താ പറയാലോ. അപ്പോസ്ട്രോഫി എസിന് റൂള് വരുന്നത് എസ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് വരുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേൾ, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലോ ഗേൾ, അല്ലെങ്കിൽ എന്താണ് ബട്ട് മീരാസ് എന്ന് പറയുമ്പോൾ ഇത് മീര, അല്ലെങ്കിൽ ദിസ് ഈസ് മീര. ഇവിടെയാണെങ്കിൽ എന്ത് കൊടുക്കാം? ദിസ് ഈസ് മീരാസ് ഡോൾ. ഓക്കെ, മീരയുടെ ഡോള് അല്ലെങ്കിൽ മീരയുടെ ടെഡി. ഓക്കെ, അത് നമ്മൾ ഇവിടെ കൊടുത്ത്. ഇപ്പോൾ വേറൊരെണ്ണം പറയുകയാണെങ്കിൽ ദീസ് ആർ ഗേൾസ്, എസ്സിൽ അവസാനിച്ച്. അടുത്തത് ദിസ് ഈസ് ഗേൾസിൻ്റെ, മറിച്ച് ഗേളിൻ്റെ അല്ല, ഗേൾസിൻ്റെ പ്രൈവറ്റ് റൂം. അപ്പം ഗേൾസിൻ്റെ എന്ന് പറയുമ്പോൾ ഈ എസ്സിൽ അവസാനിക്കുന്ന വേർഡിന് ഞാൻ എന്ത് കൊടുക്കണം? അപ്പോസ്ട്രോഫി എസ് കൊടുക്കണം. ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇടരുത്. അപ്പോൾ ഒരു അപ്പോസ്ട്രോഫി മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഈ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ അപ്പോസ്ട്രോഫി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. ഇവിടെ എസ്സിന് ഇങ്ങനെ റൂളാണ് വരുന്നത്. എസ്സിൽ അവസാനിക്കുന്നതിന് പിന്നെ ഒരു എസ് ഇടത്തില്ല. അങ്ങനത്തെ ഏതോ വേർഡ്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് എവിടെ വരുന്നുണ്ട് അത്. നമ്മൾ ഇവിടെയാണെങ്കിൽ മീരയുടെ അല്ലെങ്കിൽ മീരാസ് പൊസഷൻ അപ്പോസ്ട്രോഫി എസ് ഇടും. പക്ഷെ ഒരു എസ്സിൽ അവസാനിക്കുന്ന വേർഡിന് പിന്നെ ഒരു അപ്പോസ്ട്രോഫി എസ് ഇടാറില്ല. അതേ ഉള്ളൂ. അടുത്തത് ഇതുവല്ല ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. ഞാനിത് ഇങ്ങനെ എടുക്കാറില്ല. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അൺപ്ലാൻഡ് ആയിട്ട് തുടങ്ങിയോണ്ടാണ്. എൻ്റെ ഫസ്റ്റ് പേജിൽ ഇത് മാത്രമേ ഉള്ളൂ. പറ, റൂൾ എന്താ? റൂൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പം എന്താണ്, പേരൻസ് ആർ റിഗാർഡഡ് ഗോഡ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഒക്കെയാണ് ടീച്ചർ മെയ്ഡ് ബാലു ആസ് ദ മോണിറ്റർ ഓഫ് ദ. നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യും. സീരിയസ് ആയിട്ട് ഒരാളിപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും ഇതുപോലൊരു സിമിലർ സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ അവിടെ ആസ് എല്ലാവരും മസ്റ്റായിട്ട് അവിടെ ആഡ് ചെയ്തിരിക്കും. അതങ്ങനെയാണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ഓക്കെ, അതങ്ങനെ നമ്മൾ ശീലിച്ചു പോയുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്താണ്? ഇങ്ങനെ കുറച്ച് പർട്ടിക്കുലർ കേസസ്, ഏതാണ്? നെയിം, പിന്നെ ഇലക്ട് ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഇലക്ട് ചെയ്യുക. നെയിം ചെയ്യാന്ന് പറഞ്ഞാൽ
എന്താണ് ഒരാളെ പേര് വിളിക്കുന്ന ആ പരിപാടിയൊക്കെയാണ്. അത് തന്നെ നെയിം ഇലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ഷൻ, അല്ലെങ്കിൽ ഇലക്ട് ചെയ്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്തെടുക്കുക. തിങ്ക് ചെയ്യുക, തിങ്കിങ്, കോളിങ്, മേക്കിംഗ്, അല്ലെങ്കിൽ മേക്ക്, അപ്പോയിൻറ്റ്, നോമിനേറ്റ്. ആ ഒരു കേസുകളിലൊന്നും നമ്മൾ എന്ത് വരില്ല, ആസ് യൂസ് ചെയ്യില്ല. ഓക്കെ, ആ ഒരു കേസിൽ നമ്മൾ ആസ് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ റിഗാർഡിൻ്റെ ഒപ്പം ആസ് യൂസ് ചെയ്യും. പേരൻസ് ആർ റിഗാർഡഡ് ആസ് ഗുഡ്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൻസർ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് ശരിയാവില്ല. കുഴപ്പമില്ല, നാളെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പേരൻസ് ആർ റിഗാർഡഡ് ആസ്, റിഗാർഡഡിൻ്റെ കൂടെ ആസ് വരും. പക്ഷേ ഈ പറയുന്ന കേസസിലൊന്നും ആസ് യൂസ് ചെയ്യില്ല. അപ്പം നമ്മുടെ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യനും വരത്തുള്ളൂ. എങ്ങനെയാണ്? റിഗാർഡഡിൻ്റെ കൂടെ ആസ് തരില്ല, പക്ഷെ അവിടെ എന്താണ്, ആസ് ഉണ്ട്. റിഗാർഡഡിൻ്റെ കൂടെ ആസ് വരും. പിന്നെന്താണ്, ഇപ്പോൾ ടീച്ചർ മെയ്ഡ് ബാലു ആസ് ദ മോണിറ്റർ ഓഫ് ദ ക്ലാസ്. മേക്ക്. ടീച്ചർ മെയ്ഡ് ബാലുവിൽ ടീച്ചർ ആരാക്കി? ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആക്കി, അല്ലെങ്കിൽ ക്ലാസ്സിലെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള അതുമല്ല ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആക്കി എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ്, ആ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ മേക്കിൻ്റെ പ്ലൂറലാണ് മെയ്ഡ്. ആ കേസിൽ എന്ത് യൂസ് ചെയ്യില്ല, ആസ് യൂസ് ചെയ്യില്ല. ടീച്ചർ മെയ്ഡ് ബാലു ദ മോണിറ്റർ ഓഫ് ദ ക്ലാസ്. മിസ്റ്റർ റേ വാസ് അപ്പോയിൻറ്റഡ്, അപ്പോയിൻമെൻറ്റ് ആസ് വേണ്ട, അപ്പോയിൻറ്റഡ് ദ കമ്മീഷണർ. എവ്രി വൺ കോൾസ്. നമ്മള് ജിയിലൊക്കെ അപ്പോയിന്റഡ് എന്ന് പറയാറില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ മിസ്റ്റേക്ക് അല്ലടാ അത്, നമ്മൾ കേൾക്കുന്ന മിസ്റ്റേക്കാടാ. നമ്മളെ പഠിപ്പിച്ച സീരിയസ് ആയിട്ട് പറഞ്ഞേ, നമ്മൾ സ്ഥിരം അത് ഇതുപോലെ ആരെങ്കിലും ഇരുന്ന് എഴുതുന്നില്ല. നമ്മൾ സീരിയസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടല്ല കേൾക്കുന്ന സാധനമാണിത്, അപ്പോയിൻറ്റഡ് ആസ് ദ. പക്ഷെ അപ്പോയിൻറ്റഡിൻ്റെ കൂടെ ആസ് യൂസ് ചെയ്യില്ല. ആക്ച്വലി നമ്മൾ പഠിച്ച ഇംഗ്ലീഷിൽ 70 to 80% റോങ് ആണ്. എനിക്ക് റൂൾസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലാങ്ക്. നമുക്ക് ആസ് ഇടാണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. ആസ് ഇടാണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. പക്ഷെ ആസ് അവിടെ യൂസ് ചെയ്യില്ല. അപ്പോയിൻമെൻ്റ് ആണ്, അപ്പോയിൻമെൻറ്റിൽ നമ്മൾ ആസ് യൂസ് ചെയ്യില്ല. മിസ്റ്റർ റേ വാസ് അപ്പോയിൻറ്റഡ് ദ കമ്മീഷണർ. ഇറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. നമ്മുടെ ആ ഒരു കേൾക്കുന്നതിൻ്റെയും നമ്മൾ പഠിച്ചതിൻ്റെയും നമ്മൾ വായിച്ചതിൻ്റെയൊക്കെ മിസ്റ്റേക്കാണ്. പക്ഷെ ഇതിന് ശ്രദ്ധിക്കും. ഈ കോമൺ മിസ്റ്റേക്കൊക്കെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യും. എവ്രി വൺ കോൾസ് മീ ആസ് പറയില്ല, എവ്രി വൺ കോൾസ് മീ ഗോലുമോലു. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ദ, ഇത് റൂളാ അല്ല. പക്ഷെ റിഗാർഡിൻ്റെ ഒപ്പം എന്ത് വരും, ആസ് വരും. പേരൻസ് ആർ റിഗാർഡഡ് ആസ് ഗോഡ്. ഇതൊന്ന് വായിച്ചേ ഫസ്റ്റത്തത്. I enjoy to തട്ട് ബിരിയാണി. ഓ, എല്ലാരും ഒരേ മൈൻഡാ. ഈറ്റാടാ. ഞാൻ തട്ട് ദോശയിൽ ആലോചിച്ചു. അല്ല, ഇത് തട്ട് വായിച്ച ഒരാളിനെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഒന്നിലധികം പേരുണ്ടായിരുന്നു. അത് മിസ്റ്റേക്ക് വായിക്കും. എൻജോയ് ടീറ്റായിരുന്നു. ഓക്കെ, എന്താ സംഭവം? ജെറണ്ട്. ജെറണ്ട് എന്ന് പറയുമ്പോ എന്താ? വാട്ട് ഈസ് എ ജെറണ്ട്? ഇനി ഡീപ്പായിട്ട് ആലോചിക്കല്ലേ. ജെറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ING മതി. ING വേണ്ട, നീ അങ്ങനെയും പഠിക്കണ്ട, നീ ജെറണ്ട് പഠിക്കണ്ട. പോ, ഈ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ING ഇടും, അത് മതി. അപ്പൊ സ്മോക്കിംഗ് ഒരു ജെറണ്ടല്ലേ?
അതെ. സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ്. സ്മോക്കിംഗ് മറ്റേ അവിടെ നൗണായിട്ട് കൺസിഡർ ചെയ്ത്. നീ ജെറണ്ടായിട്ട് എടുത്തോ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഐ എൻജോയ് ഈറ്റിംഗ് ബിരിയാണി. എടാ അത് നൗണാടാ, അത് വേറെ ഏതോ കേസാ. അത് നീ വേണ്ട, അത് ഇവിടെ വേണ്ട. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അതിൽ സ്മോക്കിംഗ് ജെറണ്ട. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ജെറണ്ടിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടില്ലടാ. എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇവിടെ എന്തിനാ ഈ ഒരു റൂള് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചു വെച്ചേക്കണേ? 2 + V1 2 + V1 2 + V1 എല്ലാം 2 + V1 ആണ്. നമ്മളിതെല്ലാം നോ എറർ. പക്ഷെ ഇതെല്ലാം എററാ. അപ്പൊ എന്താണ്, ഏതൊക്കെ കേസാന്ന് നോക്കാം. അപ്പൊ അവിടെ 2 വരില്ലല്ലോ. കേട്ടില്ല. ഐ എൻജോയ് ഈറ്റിംഗ് ബിരിയാണി. 2 വരില്ല. 2 വരില്ല. 2 വരുമോ? 2 വരില്ല. അത് 2 വരുമോ? അത് തന്നെ 2 വരില്ല. 2 + V1 അങ്ങ് മാറും. 2 + V1 മാറിയിട്ട് ഐ എൻജോയ് ഈറ്റിംഗ് ബിരിയാണി. ദ ഡോക്ടർ സജസ്റ്റഡ് മീ ടു. ആണ് അവിടെ എന്താണ് ഈ ഒരു കേസ് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ കേസസ് ഹെസിറ്റേഷൻ, എൻജോയ്, അവോയ്ഡ്, ഫിനിഷ്, ക്വിറ്റ്, മൈൻഡ്. ഇത് പഠിച്ചേ വരും, അല്ലാണ്ട് കിട്ടത്തൊന്നുമില്ല. ഇതൊന്നും അല്ലാണ്ട് അറിയത്തോലുമില്ല. പക്ഷേ ഇത് കോമൺ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നോക്കിയാൽ മതി. കീപ്പ്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. എല്ലാം ഒന്നും വരുന്നത് ഞാൻ പറയുന്നില്ല. എൻജോയ് ഒക്കെ കോമൺ വേർഡ്സാണ്. അവിടുത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + V1 എന്നത് മാറിയിട്ട് എന്ത് മാറും? വെർബ് പ്ലസ് ING. ഇത്രയും അറിഞ്ഞാൽ മതി, അല്ലാണ്ട് ഇനി ജെറണ്ടിൻ്റെ എക്സ്പ്ലനേഷൻ പോണ്ട. അൺവാണ്ടഡ് തിങ്സ് നമുക്ക് ഗ്രാമർ അത്രയും ഡീപ്പായിട്ടൊന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, 2 + V1 മാറിയിട്ട് വെർബ് പ്ലസ് ING. ഓക്കെ, ഇഫ് ക്ലാസ് പറ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 സെക്കൻഡ് പാർട്ടിൽ I will pass. If I study well, I will pass. എക്സാമിനേഷൻ പഠിച്ചാൽ മതി. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. അല്ലെങ്കിൽ വിൽ ഓർ ഷാൾ പ്ലസ് V1. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ആണെങ്കിലോ? If I studied well, I would pass. വുഡ്, ഷുഡ് പ്ലസ് V1 തന്നെയാണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഓർ ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, അത് തന്നെ. വുഡ് ഓർ ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇഫ് ക്ലോസിൻ്റെ 3 റൂൾസ്. പിന്നെ ഏതാ? ഐ എൻജോയ് ഈറ്റിംഗ് ബിരിയാണി. അടുത്ത സജഷനാണ്. അപ്പോൾ സജഷൻ്റെ കേസിൽ എന്ത് തന്നെയാണ് വരുന്നത്? 2 + V1 മാറും. 2 + V1 മാറിയിട്ട് സജസ്റ്റ് വന്നില്ല. ഡോക്ടർ സജസ്റ്റഡ് മീ ടു അവോയ്ഡിൻ്റെ കേസാണ്. സോറി, മീ ടു അവോയ്ഡ് ടു സ്മോക്ക്. ഈ 2 + V1 കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ മാറിപ്പോയതാ. ദ ഡോക്ടർ സജസ്റ്റഡ് മീ ടു അവോയ്ഡിന് ശേഷം വരുന്നത് അല്ലെങ്കിൽ ആഫ്റ്റർ അവോയ്ഡുള്ള കേസ് നോക്കിയാൽ മതി. ബിഫോർ ഒന്നിനും എടുക്കരുത്. ഇവിടെ എന്താണ്? ഇവിടെ നോർമൽ 2 + V1. ഡോക്ടർ സജസ്റ്റഡ് മീ ടു അവോയ്ഡിന് ശേഷം 2 + V1 വന്നാൽ അത് കട്ട് ചെയ്യുക, വെർബ് പ്ലസ് ING ആക്കുക. കീപ്പ് കഴിഞ്ഞിട്ട് 2 + V1 വന്നാൽ അത് കട്ട് ചെയ്യുക, വെർബ് പ്ലസ് ING ആക്കുക. കീപ്പ് റൈറ്റിംഗ് ടിൽ ഐ ഡിക്റ്റേറ്റ്. ഡിക്റ്റേറ്റിൻ്റെ മീനിങ് എന്താ? കണ്ടുപിടിക്കാൻ ഗസ് ചെയ്തല്ലേ നീ? അത് പറഞ്ഞത് ഇതുപോലെ എഴുതാന്നല്ലേ? ഇങ്ങനെയല്ലേ ഡിക്റ്റേഷൻ? മറ്റേ പണ്ടത്തെ സ്കൂളത്തെ ഡിക്റ്റേഷൻ
എനിക്ക് ഡിക്റ്റേറ്റർ എന്നൊക്കെ ഉള്ള മീനിങ്ങാണ് വന്നത്. അല്ല, ആ ഡിക്റ്റേറ്റർ അല്ലേ? ഡിക്റ്റേറ്റീവ്. അതൊരു ആ കണ്ടുപിടിക്കലാണ്. ആ ഡിക്റ്റേറ്ററിന് ഇവിടെയും വരുന്നത് കീപ് റൈറ്റിംഗ് ടിൽ ഐ ഗീവ് ഓർഡേഴ്സ്. ഞാൻ പറയുന്നില്ലേ, നിർത്താൻ പറയുന്നവർ എഴുതിക്കൊണ്ടിരിക്കാൻ, അല്ലാണ്ട് ഡിക്റ്റേഷൻ നടത്തുന്നവരല്ല. അത് വേറെ. ഇത് ഡിക്റ്റേറ്റർ. ആരാ ഡിക്റ്റേറ്റർ? ഹിറ്റ്ലർ ആരെങ്കിലും ആയിരിക്കും, ഒരാൾ. ഓക്കെ, ഓർഡർ ചെയ്യുന്ന ആൾ, ഒന്നുമില്ല, കമാൻഡ് ചെയ്യുന്ന ആൾ, ഓർഡർ ചെയ്യുന്ന ആൾ, അതാണ് ഡിക്റ്റേറ്റർ. അപ്പം ആ നേരെ ഞാൻ അവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ ഡിക്റ്റേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ കിട്ടുന്നവരെ, അല്ലെങ്കിൽ വേണ്ട എന്ന് മതി, സ്റ്റോപ്പ് എന്ന് പറയുന്നതുവരെ കീപ് റൈറ്റിംഗ്. ഓക്കെ, ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ്. ഫിനിഷ് വന്നു കഴിഞ്ഞിട്ട് 2+v1 വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക. ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ് ഈറ്റിംഗ്. സോ 28 ആൻഡ് ഒന്നും കൂടെ ഉണ്ട്, അതുകൂടെ ആകുമ്പോൾ തീരുമെന്നാണ് തോന്നണേ. തീരും, അതേ ഉള്ളൂ. 29. ഇത് നമ്മുടെ ഫസ്റ്റത്തെ റൂളായിരുന്നല്ലേ? ആവശ്യമുണ്ടോ? ആൻസർ പറഞ്ഞോ. റൂൾ എന്താ? ഇത് ഫസ്റ്റത്തെ റൂളായിരുന്നു. എന്തായിരുന്നു അന്ന് ഫസ്റ്റ് പഠിച്ചു? ഈച്ച് എവരി എനി നൺ എയ്തർ നെയ്തർ. എവിടെ പോയി? ഈച്ച് എവരി എനി നൺ എയ്തർ നെയ്തർ. ഇതിൻ്റെ കൂടെ എന്താ വരുന്നത്? സിംഗുലർ നൗണും സിംഗുലർ വെർബും വരും. ഇതിൻ്റെ കൂടെ ഓഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും വെർബ് അപ്പോഴും സിംഗുലർ തന്നെയാണ്. പക്ഷേ എവരിയുടെ ഒപ്പം എന്ത് വരില്ല? ഓഫ് വരില്ല. അതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എവിടെയൊക്കെ ഓഫ് വന്നാലും ഒരുവിധം നമ്മുടെ എക്സാമിന് വരുന്ന എല്ലാ കേസിലും ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ഈച്ച് ഓഫ്, എനി ഓഫ്, നൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ്, സം ഓഫ്, മെനി ഓഫ്, മോസ്റ്റ് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ്, എന്ത് വന്നാലും പ്ലൂറൽ നൗൺ ആയിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു റൂള് ചോദിക്കുകയാണ്. എ നമ്പർ ഓഫും ദ നമ്പർ ഓഫിൻ്റെ റൂൾ എന്താ? രണ്ടും കഴിഞ്ഞപ്പോൾ പ്ലൂറൽ നൗൺ ആണെന്ന് ഇവർ പറഞ്ഞു. വെർബാണ് എനിക്ക് വേണ്ടത്. ഇവിടുത്തെ വെർബ് ഏതാ? ഇവിടുത്തെ വെർബ് ഏതാ? നമ്പർ ഓഫ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ സിംഗുലർ വെർബ് വരും. ഇതാകുമ്പോൾ പ്ലൂറൽ വെർബാണ് വരുന്നത്. ഇത് നൗണിൻ്റെ കേസാണ് പറയുന്നത്. നൗൺ ഇവിടെ എല്ലാം പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ പറയാം? ഐ സാ എ ലോട്ട് ഓഫ് പീപ്പിൾ കുട്ടികളല്ലേ? പ്യൂപ്പിൾസ് തന്നെയല്ലേ? പ്യൂപ്പിൾസ് തന്നെയാണ്, സ്റ്റുഡൻസ് ഒന്നും അല്ല, പ്യൂപ്പിൾസ് തന്നെ. PUPILS. പ്യൂപ്പിൾ സ്റ്റുഡൻ്റാ. ഓക്കെ, നെയ്തർ ഓഫ് ദ പ്ലെയേഴ്സ്, നെയ്തർ ഓഫ് ദ പ്ലെയർ അല്ലെ നെയ്തർ ഓഫ് ദ പ്ലെയേഴ്സ്. ഓഫ് കഴിഞ്ഞിട്ട് നൗൺ നോക്ക്, അല്ലെങ്കിൽ നെയ്തർ ഓഫ് പ്ലെയേഴ്സ്, നെയ്തർ ഓഫ്, നൺ ഓഫ്, നെയ്തർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ വരണം. ദ പുവർ, ദ പറയുമ്പോൾ സ്പെസിഫിക് ആണ്, അപ്പോൾ സിംഗുലർ വെർബ്. ടു ബിയർ എന്ന് പറയുന്നത് സഹിക്കുക എന്നുള്ളൊരു, ടു സഫർ അല്ലെങ്കിൽ. എടാ, ആ ബിയറിന്റെ സ്പെല്ലിങ് തെറ്റാട്ടോ. ഈ ബിയർ മറ്റേ കുടിക്കുന്ന ബിയറാ. ഈ ബിയറാ. He has to suffer. He has to bear. He has to suffer a lot of distresses. Yes. Distresses ആണോ? എന്നൊരു വാക്കുണ്ടോ? ഇത് ആര് യാഹുവിനെ കൊണ്ടുവരുന്നു? എനിക്ക് മടുത്ത്. എനിക്ക് സെർച്ച് എഞ്ചിനും ബ്രൗസറും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെർച്ച് എഞ്ചിൻ ആൻഡ് എ ബ്രൗസർ?
ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബ്രൗസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെ ആപ്ലിക്കേഷൻസ്? ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഏതൊക്കെ കിടപ്പുണ്ട്? വേണ്ട, ഗൂഗിൾ ക്രോം ഉണ്ട് അല്ലേ? വേറെ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ വെബ് ബ്രൗസർ. എക്സാമ്പിൾ ഗൂഗിളിൻ്റെത് ക്രോം, ഗൂഗിളിൻ്റെതാണ് ക്രോം, ഗൂഗിൾ എന്ന കമ്പനിയുടേത് ക്രോം. ആപ്പിൾ എന്ന കമ്പനിയുടേത് ഏതാണ്? സഫാരി. മൈക്രോസോഫ്റ്റിൻ്റെ സാധനം ഏതാണ്? എഡ്ജ്. പിന്നെ വേറെ കമ്പനികളൊക്കെ ഉണ്ട്. ഏതാണ്? ഓപ്പേറ. പിന്നെ ഫയർഫോക്സ്. ഏതാണ്? മോസില്ല ഫയർഫോക്സ്. ഇതൊക്കെ എന്താണ്? ബ്രൗസറുകളാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ്? ഇപ്പോൾ എനിക്കിപ്പോൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്കൊരു സാധനം കണ്ടുപിടിച്ച് തരണമെങ്കിൽ വി ഹാവ് ടു യൂസ് എ സെർച്ച് എൻജിൻ. ഒരുപാട് സെർച്ച് എൻജിനുണ്ട്. ഏതൊക്കെയുണ്ട് സെർച്ച് എൻജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വെബ് ബ്രൗസറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പേജ് ഐഡൻറ്റിഫൈ തരാൻ സഹായിക്കുന്നത് ഗൂഗിൾ. മൈക്രോസോഫ്റ്റിൻ്റെത് ബിങ്. പിന്നെ എന്തുണ്ട്? യാഹൂ, ask.com, google.com, ബിങ്, yahoo.com. പിന്നെ വേറെ ഏതൊക്കെയുണ്ട്? duckgo.com. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. സെർച്ച് എൻജിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓക്കെ പറയും, എന്താണ്, എനിക്ക് ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, ഞാൻ നേരെ മേലെ കയറി അല്ലെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ഈ സെർച്ച് ബാറിൽ അടിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിലാണ് കണക്റ്റ് ആവുന്നത്. നേരത്തെ എന്തായിരുന്നു കിടന്നത്? യാഹൂ ആയിരുന്നു. അവന്മാരത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എവിടെ സെർച്ച് ആവും? അത് മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനായ ബിങ്ങിനകത്തോട്ട് സെർച്ച് ആവും. ഓക്കെ, അതാണ് വെബ് ബ്രൗസറുകളും സെർച്ച് എൻജിൻസും. പിന്നെന്താണ് നമ്മളിപ്പോൾ എവിടെ പോയത്? ഡിസ്ട്രസ്സിനെ അന്വേഷിച്ച് പോയതായിരുന്നു. ഡിസ്ട്രസ് ഉണ്ടടാ ഡിസ്ട്രസ്സസ്. ഓക്കെ, അതിൽ വാക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ട്രസ്സസ്, ദ പുവർ ഹാസ് ടു ബിയർ എ ലോട്ട് ഓഫ് ഡിസ്ട്രസ്സസ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോട്ട് ഓഫ് നമ്മുടെ ലിസ്റ്റിലുണ്ടോ? എന്നാലും കുഴപ്പമില്ലിരിക്കട്ടെ. ഇല്ലല്ലോ. ഇല്ല. മെനി ഓപ്ഷനുകളൊന്നും വരിക. ലോട്ട് എടാ, ഡിസ്ട്രസ്സിന് പ്ലൂറൽ ഇല്ല കേട്ടോ. അവന്മാർ അടിച്ചാൽ നീ മൈൻഡ് ചെയ്യണ്ട. ഡിസ്ട്രസ്സിന് പ്ലൂറൽ ഇല്ല. കറക്റ്റ് സെന്റൻസാ? സെന്റൻസ് കറക്റ്റാ. ഇത് കറക്റ്റാണ്. ഡിസ്ട്രസ്സിന് പ്ലൂറൽ ഇല്ല. ഓക്കെ, അടുത്തത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ ആണ് ഗ്രേറ്റ് ഡീൽ ഓഫ് ബേർഡ്സ്. സോ ഇറ്റ്സ് 29 അപ്രോക്സിമേറ്റ്ലി. ഇപ്പോൾ 30 ഇപ്പോൾ 29 ഒരു ഏകദേശം 80 ഉണ്ട്, പോകാനുണ്ട്. ഇനിയിപ്പോൾ ഡെയിലി പോവാം. അപ്പം 29 വരെ ഇത് ഇത്രയും നോക്കിയിട്ട് വരിക. കാരണം ഡേ 6ലും ആദ്യമേ കുറേ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. എംപോസിഷൻ എഴുതാം. 10, 12. അടുത്തതിൽ എത്ര എണ്ണം പോവും? 30. ഇത്രയേ ഉള്ളൂ. സമയം എത്രയായി? നമ്മൾ എത്ര നേരം തുടങ്ങിയിട്ട്? ഒരു ദിവസം കൂടെ പോയാലോ? 1 മണിക്കൂറായുള്ളൂ. ഡേ 7 വേണ്ട, കുഴപ്പമില്ല, പയ്യെ പോയാൽ മതി. പെൻഡിങ് വരുന്നുണ്ട്. നല്ലൊരു റൂളാണ്. ഡേറ്റ് ഡേ 9,
റിട്ടേൺ 10 ദിവസം. എത്ര ദിവസം? ഇപ്പം ഇന്നിപ്പോൾ ഏത് ദിവസമായിരുന്നു? ഡേ 6 ആയിരുന്നല്ലേ. അപ്പോൾ 7, 8, 9, 10 4 ഡേയ്സ്. ഒരു 4 ദിവസം കൂടെ തീരും. ഈ വീക്ക് തന്നെ തീർക്കാം. ഓക്കെ.